തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. ആധുനികവൽക്കരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ അഴീക്കൽ മത്സ്യബന്ധന തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുധനാഴ്ച നാടിന് സമർപ്പിച്ചു. തീരപ്രദേശത്തെ സാമ്പത്തിക ഹബ്ബാക്കി മാറ്റുകയാണ് LDF സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ സാമ്പത്തിക സുരക്ഷിതവും ജീവിത നിലവാരവും ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് 10 വർഷത്തിനിടെ സർക്കാർ നടപ്പാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തുറമുഖത്തെ നവീകരിക്കുക വഴി കേവലം അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല ലക്ഷ്യമിടുന്നത്, മറിച്ച് മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വവും ജീവിത നിലവാരം അതിലൂടെ ഉയർത്തലും കൂടിയാണ്. ശാസ്ത്രീയമായ വിപണന സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതോടെ മത്സ്യത്തിന് ന്യായമായ വില ഉറപ്പുവരുത്താൻ തൊഴിലാളികൾക്ക് കഴിയും. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ നേരിട്ട് വിപണിയിൽ ഇടപെടാൻ സഹായിക്കുന്ന ലേലപ്പുരകളും ശീതീകരണ സംവിധാനങ്ങളും ഈ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കും. നമ്മുടെ നാടിൻ്റെ സൈന്യമെന്നാണ് മത്സ്യത്തൊഴിലാളികളെ കേരളം വിശേഷിപ്പിച്ചിരുന്നത്. എക്കാലവും മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും LDF സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. തുറമുഖ നവീകരണം കേവലം അടിസ്ഥാന സൗകര്യ വികസനമല്ല, മത്സ്യത്തിന് ന്യായവില ഉറപ്പാക്കാനാവും. ഇടനിലക്കാരുടെ ചൂഷണമില്ലാത്ത ലേലപ്പുരകളും ശീതീകരണ സംവിധാനങ്ങളും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കും. തുറമുഖം വികസിച്ചതോടെ വൻ തൊഴിൽ സാധ്യതകൾ തുറക്കും. സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നബാർഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി 25.36 കോടി രൂപ ചെലവഴിച്ചാണ് അഴീക്കൽ മത്സ്യബന്ധന തുറമുഖത്ത് ആധുനികവൽക്കരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. പ്രവൃത്തികളുടെ ഭാഗമായി 186.15 മീറ്ററിലുള്ള വാർഫ്, ലേലപ്പുര, ഫിഷറീസ് ഓഫീസ്, ക്യാൻറ്റീൻ കെട്ടിടം, ടോയ്ലറ്റ് ബ്ലോക്കുകൾ എന്നീ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം നിലവിലുള്ള കെട്ടിടങ്ങളുടെയും ബെർത്തിംഗ് ജെട്ടിയുടെയും അറ്റകുറ്റപ്രവൃത്തികളും നടത്തി. ചുറ്റുമതിലും മഴവെള്ള സംഭരണിയും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും ഒരുക്കിയിട്ടുണ്ട്. പരിപാടിയിൽ KV സുമേഷ് MLA അധ്യക്ഷനായി. തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K അബ്ദുൽ ജബ്ബാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KV ഷക്കീൽ, P പ്രശാന്തൻ, A റീന, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K സനില, K മോഹനൻ, K പ്രദീപ് കുമാർ, VKC ജംഷീറ, K റഹ്മത്ത്, A സുരേശൻ, KK മിസ്ബാഹ്, T ജയദീപ്, ജിഷിമോൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ ആഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.